Good morning, students. So, നമ്മളിന്ന് ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സിൽ ലേബിളിംഗ് ആൻഡ് പാക്കിംഗ് ഓഫ് ഡ്രഗ്സ് എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലേബിളിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ നോട്ട് ചെയ്യണം, എന്തൊക്കെ റിക്വയർമെൻറ്റ്സ്. ലെറ്റ്സ് സീ. ഫസ്റ്റ്, ഡ്രഗ്സ് ഐഡൻറ്റിറ്റി ആൻഡ് ഹൂ ഇസ് ദ മാനുഫാക്ചർ ഓഫ് ദാറ്റ് ഡ്രഗ് ത്രൂ ഇറ്റ്സ് ഒഫീഷ്യൽ നെയിം. Then trade name, then address, license number, batch number. For schedule W drugs, we'll give only official names only. Then we have to give potency, standard, grade, dose. It is expressed in milliliters, grains, etc. The net contents should be given in volume, weight or number. Then manufacturing and expiry dates. Then precautions like handling, storage, sale, etc. Then special requirements for the specified drug, like physician sample, veterinary drugs containing specific materials like spirit, color, etc. Then special provisions for the drugs that to be exported. Then drugs needing cautionary labeling. ഷെഡ്യൂൾ ജി ഡ്രഗ്സ്. നമ്മൾ ഷെഡ്യൂൾ ജി ഡിസ്കസ് ചെയ്യുമ്പോൾ ഓൾറെഡി പറഞ്ഞതാണ്, അതായത് അണ്ടർ മെഡിക്കൽ സൂപ്പർവിഷൻ മാത്രം നമ്മൾ എന്ത് ചെയ്യുക, ഡ്രഗ്സ് എടുക്കണം. അതുപോലെ ഷെഡ്യൂൾ എച്ചിന് എന്താണ്, ഓൺ ദ പ്രിസ്ക്രിപ്ഷൻ ഓഫ് ദ രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ. അതേപോലെ ലെഫ്റ്റ് ഹാൻഡ് ടോപ്പിൽ എന്താണ്, RX സിമ്പിൾ ഉണ്ടാവും. ഇപ്പം നാർക്കോട്ടിക് അല്ലെങ്കിൽ സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആണെങ്കിൽ NRX എന്നായിരിക്കും ലെഫ്റ്റ് ഹാൻഡ് ടോപ്പിൽ ഉണ്ടാവുന്നത്. Then schedule X drugs. Schedule X drugsൽ എന്താണ്, that is we have to sold only with the prescription of registered medical practitioners only. Next, schedule C. Schedule C drugൽ എന്താണ്, maximum toxicity is prescribed by statement. It has passed the test. അതായത് മീൻസ് ഈ ടാബ്ലറ്റ് എന്താണ്, നമുക്ക് കഴിക്കാൻ കംഫർട്ടബിൾ ആണ്, ഓക്കെ ആണ് എന്ന രീതിയിലുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരിക്കണം. അതേപോലെ ആൻറ്റിസെപ്റ്റിക്കിൻ്റെ നേച്ചർ, പെർസെൻറ്റേജ്, എക്സെട്ര. ദെൻ വെറ്റിനറി ഡ്രഗ്സിൻ്റെ കേസിലാണെങ്കിൽ നോട്ട് ഫോർ ദ ഹ്യൂമൻ യൂസ്, ഫോർ ദ ആനിമൽ ട്രീറ്റ്മെൻറ്റ് ഓൺലി. അതേപോലെ ഹെഡ് ഓഫ് എനി ഡൊമസ്റ്റിക് ആനിമൽ. ദെൻ ഒപ്താൽമിക് സൊല്യൂഷൻസ് ആണെങ്കിൽ എന്താണ് ലേബിൾ ഉണ്ടാവേണ്ടത്, അതായത് വിത്തിൻ 1 month നമ്മൾ യൂസ് ചെയ്തിരിക്കണം. ഇത് ഇഞ്ചക്ഷൻ പർപ്പസിന് വേണ്ടിയിട്ടല്ല. അതേപോലെ പ്രിസർവേറ്റീവിൻ്റെ നെയിം, കോൺസെൻട്രേഷൻ. ദെൻ കുറച്ച് വെരി ഇമ്പോർട്ടൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് മീൻസ് ഇപ്പോൾ ഇറിറ്റേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ട് ഫിസിഷ്യനെ കൺസൾട്ട് ചെയ്യണം. അതേപോലെ നമ്മൾ ടൈറ്റ്ലി ക്ലോസ്ഡ് ആയിരിക്കണം കണ്ടെയ്നേഴ്സ്. ദെൻ ഡ്രോപ്ലർ ടിപ്പ് എന്താണ്, നമ്മൾ ടച്ച് ചെയ്യാൻ പാടില്ല, ബിക്കോസ് കണ്ടാമിനേഷൻ ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. സോ ഇതൊക്കെ നമുക്ക് എന്താണ്, ഒരു ഐ ഡ്രോപ്പ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാവുന്നതേ ഉള്ളൂ. അതേപോലെ ഓയിൽമെൻറ്റ്സിലാണെങ്കിലും സെയിം ഇറിറ്റേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വി ഹാവ് ടു ഡിസ്കണ്ടിന്യൂ ആൻഡ് കൺസൾട്ട് ദ ഫിസിഷ്യൻ. ദെൻ ലേബിളിംഗ് റിക്വയർമെൻറ്റ്സ് ഫോർ ദ അതർ ഡ്രഗ്സ്. പേറ്റൻറ്റ് ആൻഡ് പ്രൊപ്യൂരിറ്റി എന്തൊക്കെയാണ് വേണ്ടത്, ആക്റ്റീവ് ഇൻഗ്രീഡിയൻസിൻ്റെ നെയിമും അതേപോലെ ക്വാണ്ടിറ്റീസും. എന്തെങ്കിലും വൈറ്റമിൻസ് പ്രസൻ്റ് ആണെങ്കിൽ എന്താണ്, we have to go for therapeutical use അല്ലെങ്കിൽ prophylactic use, pediatric use, etc. Then medicines for external use or medicines containing methylated spirit. So capital letters we have to go for external use only. Then mechanical contraceptives schedule R വരുന്നതാണ്. Then disinfectants, that is grade അല്ലെങ്കിൽ phenol coefficient we have to go. പിന്നെ method of use. ആൽക്കഹോളിക് പ്രിപ്പറേഷൻസ്, എത്ര പെർസെൻറ്റേജ് ഓഫ് ആൽക്കഹോളാണ് നമ്മൾ പ്രിപ്പറേഷനിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ദെൻ കളർ പ്രിപ്പറേഷൻസ്, നെയിം ആൻഡ് പെർസെൻറ്റേജ് ഓഫ് ദ കളർ. നെക്സ്റ്റ്, ലേബിളിംഗ് ഓഫ് മെഡിസിൻസ് ഫോർ എക്സ്പോർട്ട്. സോ അതിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്, നെയിം, ഡെഫിനറ്റ്ലി നെയിം. അതേപോലെ മാനുഫാക്ചറിൻ്റെ അഡ്രസ്, പ്ലസ് ലൈസൻസ് നമ്പർ, ബാച്ച് നമ്പർ, ഡേറ്റ് ഓഫ് എക്സ്പയറി, ഇതൊക്കെ എന്താണ് ഇൻക്ലൂഡഡ് ആയിരിക്കും. Then labeling of dispensed medicines, name, address of supplier, patient, അതേപോലെ quantity, serial number, then dose. അവിടെ ലേബിളിൽ എന്താണ്, ഫോർ എക്സ്റ്റേണൽ യൂസ് ഓൺലി, if it is for external application.
ഇൻറ്റേർണൽ യൂസ് ആണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് ലേബിൾ പ്രിൻ്റ് അപ്പ് ചെയ്യും. ദെൻ മാനർ ഓഫ് ലേബിളിംഗ്. സോ നമ്മളെന്താണ് ഒരു ലേബിളിംഗ് ചെയ്യാൻ ഒരു പെർട്ടിക്കുലർ റൂൾസ് ഉണ്ട്, അല്ലെങ്കിൽ പെർട്ടിക്കുലർ എന്താണ് റിക്വയർമെൻറ്റ്സ് ഉണ്ട്. സോ നമ്മളെപ്പോഴും എന്താണ് ലേബിൾ ചെയ്യുന്ന ടൈം നമ്മുടെ കണ്ടെയ്നറിൽ ഇപ്പോൾ ടാബ്ലറ്റ്സ് ആണെങ്കിൽ, ഇപ്പോൾ ടാബ്ലറ്റ്സ് ബോട്ടിൽ ഫോമിലാണെങ്കിൽ ആ ബോട്ടിലിൽ നമ്മൾ എന്താ എല്ലാ ഡീറ്റെയിൽസും എഴുതിയിരിക്കണം. അതായത് ഇന്നർ മോസ്റ്റ് കണ്ടെയ്നറിൽ, ഡ്രഗ് കണ്ടെയ്ൻ ചെയ്യുന്ന ഇന്നർ മോസ്റ്റ് കണ്ടെയ്നറിലാണ് നമ്മൾ ലേബിൾ ചെയ്തിരിക്കേണ്ടത്. അതേപോലെ നമ്മളിപ്പോൾ എന്താണ് ട്രാൻസ്പോർട്ടേഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും പെർട്ടിക്കുലർ പ്ലേസിൽ നമുക്ക് ഡെലിവറി ചെയ്യണമെങ്കിൽ, സോ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ട്രാൻസ്പെറൻറ്റ് അല്ലെങ്കിൽ റാപ്പറിൽ ആയിരിക്കണം ചെയ്യേണ്ടത് ട്രാൻസ്പോർട്ടേഷൻ. ബട്ട് നമ്മൾ അതിൻ്റെ അകത്ത് ലേബിളിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കേണ്ട യാതൊരുവിധ ആവശ്യവുമില്ല. ജസ്റ്റ് വേണമെങ്കിൽ വല്ല നമ്മുടെ ട്രേഡ് നെയിമോ അങ്ങനെ എന്തെങ്കിലും കൊടുത്താൽ മതിയാവും. നമ്മൾ അകത്ത് മാത്രമേ എന്താണ് ലേബിൾ എല്ലാ ഡീറ്റെയിൽസും ഡ്രഗിന് റിഗാർഡിങ് ഡീറ്റെയിൽസൊക്കെ പ്രൊവൈഡ് ചെയ്യുള്ളൂ. അതായത് ഒരു ഡ്രഗിൻ്റെ പ്രോപ്പർ നെയിം നമ്മളെപ്പോഴും റെഡ് ലെറ്റേഴ്സിനാണ് എഴുതുന്നത്. ഇപ്പോൾ റെഡ് ലെറ്റേഴ്സ് അല്ലാതെ വേറെ ഏതെങ്കിലും കളറിലാണെങ്കിൽ, അതുപോലെ സെയിം സൈസിലാണെങ്കിൽ അതെന്താണ് വെറ്റിനറി, ഐ, ഇയർ ഡ്രോപ്സ് അല്ലെങ്കിൽ സ്റ്റെറൈൽ പ്രൊഡക്ട്സിനായിരിക്കും. ഇപ്പോൾ ഡ്രഗ് ഒരു ആംപ്യൂളിലാണ് കണ്ടെയ്ൻ ചെയ്തിരിക്കുന്നത്, എന്താണ് നെയിം, അതുപോലെ ക്വാണ്ടിറ്റി ഓഫ് ഡ്രഗ്, അതുപോലെ ആരാണ് മാനുഫാക്ചർ ചെയ്തതെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ടുണ്ടാവും. അതേപോലെ നമ്മളിപ്പോൾ IP നിങ്ങൾക്ക് കാണാൻ പറ്റും ചില ബോട്ടിൽസിലൊക്കെ IP, BP, BPC, ഇന്ത്യൻ ഫാർമക്കോപ്പി, ബ്രിട്ടീഷ് ഫാർമക്കോപ്പി അതൊക്കെ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവും ഡ്രഗ്സിൽ. അതേപോലെ ഷെഡ്യൂൾ H അല്ലെങ്കിൽ G ഡ്രഗ്സിൻ്റെ കേസസിലാണെങ്കിൽ ലേബിൾ എന്താണ് റെഡ് ലെറ്റേഴ്സ് എഗെയിൻസ്റ്റ് വൈറ്റ് ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട്. സോ ദിസ് ഈസ് ദ മാനർ ഓഫ് ദ ലേബിളിംഗ്. H and Gൻ്റെ കേസസിലാണെങ്കിൽ റെഡ് ലെറ്റേഴ്സിലായിരിക്കും ഉണ്ടാവുക ഇൻ ദ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട്. അതേപോലെ നമ്മളിപ്പോൾ എന്തെങ്കിലും ഡ്രഗ്സിൻ്റെ കേസിൽ നമ്മൾ ഫാർമക്കോപ്പിയുടെ IP, BP ഇതൊക്കെ എന്ത് ചെയ്യണം മെൻഷൻ ചെയ്തിരിക്കുക. ആംപ്യൂളിലാണെങ്കിൽ നമ്മൾ നെയിം ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് ദ ഡ്രഗ്, അതുപോലെ നെയിം ഓഫ് ദ മാനുഫാക്ചർ. നെക്സ്റ്റ് എന്താണ്, ഇപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ പേർപ്പസ്, ഡെലിവറി പേർപ്പസിനൊക്കെ ആണെങ്കിൽ നമ്മളൊരു ട്രാൻസ്പെറൻറ്റ് കവറിങ് അല്ലെങ്കിൽ റാപ്പ് യൂസ് ചെയ്തിട്ടാണ് കവറപ്പ് ചെയ്യുന്നത്. അതേപോലെ നമ്മൾ ഡീറ്റെയിൽസ്, എല്ലാ ഡീറ്റെയിൽസും നമ്മൾ അവിടെ കൊടുക്കണം എന്നില്ല. നമ്മളെപ്പോഴും ഇന്നർ മോസ്റ്റ് കണ്ടെയ്നർ, ടാബ്ലറ്റ് കണ്ടെയ്ൻ ചെയ്യുന്ന ഇന്നർ മോസ്റ്റ് കണ്ടെയ്നറിലാണ് ഡ്രഗിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാവുന്നത്. എപ്പോഴും എന്താണ് റെഡ് ലെറ്റേഴ്സിലായിരിക്കും ട്രേഡ് നെയിം ഫോളോ അപ്പ് ചെയ്യുന്നത്. റെഡ് അല്ലെങ്കിൽ ഇറ്റ് ഷുഡ് ബി അതർ ഡ്രഗ്സ്, അതായത് വെറ്റിനറി അല്ലെങ്കിൽ ഇയർ അല്ലെങ്കിൽ ഐ ഡ്രോപ്സിന് വേണ്ടിയിട്ടായിരിക്കാം. This is the example for the labeling. These are all examples for the labeling. Next one, packing of drugs. Ophthalmic preparations ആണ് മെയിൻലി പറയുന്നത്. സോ ഒപ്താൽമിക് പ്രിപ്പറേഷൻ ലിക്വിഡ് ഫോമിലാകാം അല്ലെങ്കിൽ ഓയിൽമെൻറ്റ് ഫോമിലാകാം. ചിലപ്പോൾ നമ്മളത് സിംഗിൾ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഡോസ് കണ്ടെയ്നേഴ്സിലായിരിക്കും പാക്ക് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഷുഡ് ബി സ്റ്റെറൈൽ and it should contain any substance that prevent the microorganisms. Then the preparation should preferably be provided with cap droplets in sterile cellophane covers packed in polythene self-dropping bottles or tubes. ഒപ്താൽമിക് പ്രിപ്പറേഷൻസ് എല്ലാം എന്താണ് ക്യാപ് ഡ്രോപ്ലെറ്റ്സ് ഉണ്ടായിരിക്കണം. ദാറ്റ് ഇസ് ഇൻ സ്റ്റെറൈൽ സെലോഫൈൻ കവേഴ്സ്
packed in polythene self-dropping bottles or tubes. Next one, packing of drugs specified in Schedule X. Schedule X drugs ആണെങ്കിൽ എന്താ it should be like this. It is 100 unit dose in the case of tablets അല്ലെങ്കിൽ capsules. Liquid preparations ആണെങ്കിൽ 300 ml. Injection ആണെങ്കിൽ it will be 5 ml. Then provided that manufacturers അല്ലെങ്കിൽ distributors can supply these type of drugs for hospitals അല്ലെങ്കിൽ dispensaries etc. ഹോസ്പിറ്റൽസിലുള്ളത് നമുക്കൊരിക്കലും റീറ്റെയിലേഴ്സ് അല്ലെങ്കിൽ രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണേഴ്സിന് സപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ദാറ്റ്സ് ഫോർ ടുഡേ. താങ്ക് യു.